അങ്ങനെ നീയും ജോലിക്കാരെ ഇവിടുന്ന് പോകാൻ പോവാല്ലേ? നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഇപ്പൊ തന്നെ കിട്ടും. കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കുറെ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളെ കൂടി വന്ന് അറ്റൻഡ് ചെയ്തോളൂ, കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ, ആ അതെ ചെയ്തിരുന്നു. ഓ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്ക് ജോലി കിട്ടി. എവിടെയാ? എനിക്ക് ഒരുമിച്ചടിക്കല്ലേ, ഒറ്റക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കി. മെയിൻലി ഞാൻ കണ്ടേക്കുന്നത് രണ്ടെണ്ണത്തിലും ഫീസ് ഒരുപാട് കൂടുതലായിരുന്നു. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാവർക്കും പ്ലേസ്മെന്റ് ആയിരുന്നു. സ്മെക്കിൽ ചേർന്നിട്ട് ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ എനിക്ക് ലോ ഫീസ് ഹൈ പ്ലേസ്മെന്റ്, കൂടുതൽ ഡിമാൻഡും കൂടുതൽ റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. ഹായ് ഓൾ, എൻ്റെ പേര് ആൻമേരി, ഞാൻ നിവേദിത. അപ്പോൾ നീ എങ്ങനെയാണ് സ്മെക്കിൽ ചേർന്നത്? ഞാൻ ആദ്യം പ്ലേസ്ഡ് ആയ കമ്പനി നല്ലൊരു കമ്പനി ആയിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. ട്രെയിനിങ്ങിൻ്റെ സമയത്താണെങ്കിലും വെറുതെ റീസൺ ഒന്നും പറയാതെ എന്നെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റിവ്യൂസൊക്കെ നോക്കിയിട്ട് സ്മെക്കിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ നിനക്ക് എങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ സെറ്റായത്? എനിക്ക് കോളേജ് പ്ലേസ്മെൻറ്റ്സ് തന്നെ ആയിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്തത്. പക്ഷേ ഒരു കൊല്ലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റീസൺ ഒന്നും ഇല്ലാതെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നല്ലേ സ്മെക്കിൽ തന്നെ മുന്നിലുള്ള ഫ്ലാഷ് ബാക്ക്. അപ്പോൾ സ്മെക്ക് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഞാൻ ഗൂഗിളിൽ റിവ്യൂസൊക്കെ നോക്കി. അപ്പോൾ കൂടുതൽ ഡിമാൻഡും കൂടുതൽ റിവ്യൂസൊക്കെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് ജോയിൻ ചെയ്തതാണ്. നീ എങ്ങനെയാണ് സ്മെക്കിൽ ജോയിൻ ചെയ്തപ്പോൾ? ഞാൻ കഴിഞ്ഞ വർഷമാണ് ബിടെക് പാസ്സായത്. അപ്പോൾ നേരെ തന്നെ എബ്രോഡ് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നതായിരുന്നു പ്ലാൻ. പിന്നെ ഞാൻ പ്ലാൻ മാറ്റി. ലൈക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇല്ലായിരുന്നു എനിക്ക്. ലൈക്ക് കോളേജിൽ എത്ര പ്രോഗ്രാം പഠിച്ചാലും അതൊന്നും കോഡിങ് എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇനി മാസ്റ്റേഴ്സ് എടുത്താലും അവിടെയും കോഡിങ് തന്നെയായിരിക്കും. അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്യാമെന്ന്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നേ തന്നെ സെർച്ച് ചെയ്തത് കോഴ്സാണ്, ഹൈ ഡിമാൻഡിങ് കോഴ്സാണ്. അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പൈത്തൺ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് സ്മെക്ക് ലാബ്സ് കണ്ടത്. പിന്നെ ഞാൻ ചോദിച്ചത് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടോ എന്നാണ്. മെയിൻലി ഞാൻ ചോദിച്ചത് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടോ എന്ന്. അപ്പോൾ അവരും പറഞ്ഞ് നല്ല പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ട്. ഇതിന് മുന്നേ ഇവിടെ പഠിച്ചിറങ്ങി കുറേ പേര് പ്ലേസ്ഡായി പോയിട്ടുണ്ട്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് ആണെന്ന് കേട്ടു. അപ്പോൾ ആ ജോബ് പോയതിനു ശേഷം നീ വേറെ ജോബ് നോക്കിയിട്ടില്ലേ? ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ അവർ ആപ്ലിക്കേഷൻസ് വ്യൂ പോലും ചെയ്യുന്നില്ല തനിയെ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല. ഇപ്പോൾ സ്മെക്കിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ റെസ്യൂമൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ എടുത്തു തന്നു, ഈ ഇൻ്റർവ്യൂ സെറ്റാക്കി തന്നു. ഈ സ്മെക്കിൽ നിന്ന് കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണോ കിട്ടിയത്? ഇത് ആക്ച്വലി കിട്ടിയത് 3ാമത്തെ ഇൻ്റർവ്യൂലാണ്. ഇതിന് മുന്നേ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എനിക്ക് സി പ്രോഗ്രാമിംഗ് അറിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ സി പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചെറിയൊരു 2-3 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് കിട്ടാണ്ടോ ഇത്. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇൻഫോ പാർക്കിൽ കമ്പനി ആയിരുന്നു തന്നെ. എനിക്ക് കുറച്ച് വിഷമമായി, ഭയങ്കരമായിട്ടില്ല, കുറച്ച് വിഷമമായി കിട്ടാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ഒന്നിൽ തന്നെ കിട്ടണമെന്നില്ല, ഒരു 5-6 അറ്റൻഡ് ചെയ്തല്ലേ കിട്ടത്തുള്ളൂ എന്ന് ഓർത്തപ്പോൾ ചെറിയൊരു ആശ്വാസം. പിന്നത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതൊരു വാക്കിംഗ് ഇൻ്റർവ്യൂ ആയിരുന്നു. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ്, കിട്ടുന്ന ഓർത്തല്ല പോയത്. 2 റൗണ്ട് ടെക്നിക്കലും ഉണ്ടായിരുന്നു, HR ഉണ്ടായിരുന്നു. ടെക്നിക്കൽ കിട്ടി, പിന്നെ HR അറ്റൻഡ് ചെയ്തു. പിന്നെ എന്നെ കോണ്ടാക്ട് പിന്നെ ഉണ്ടായില്ല. പിന്നെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ടീം ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിളിച്ചു. അപ്പോൾ കയറി ചെയ്തു. പിന്നെ ആണ് ഇങ്ങനെ പ്ലേസ്ഡ് ആയത്. അപ്പോൾ നിനക്ക് എങ്ങനെയാണ് സ്മെക്കിൽ വന്നിട്ട് എത്രാമത്തെ ഇൻ്റർവ്യൂവിൽ കിട്ടിയത്? സ്മെക്കിൽ ചേർന്നിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നീ പറഞ്ഞല്ലോ നീ ഇലക്ട്രോണിക്സാണ് പഠിച്ചത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ടു പൈത്തൺ ഫുൾ സ്റ്റാക്ക് ആ ജേർണി എങ്ങനെയായിരുന്നു? എനിക്ക് ഇലക്ട്രോണിക്സ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ IT ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പൈത്തൺ എടുത്തു. നീ അപ്പോൾ സ്മെക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിയിട്ടുണ്ടോ? സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കി. മെയിൻലി ഞാൻ കണ്ടേക്കുന്നത് രണ്ടെണ്ണത്തിലും ഫീസ് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ ലോ ഫീസ് ഹൈ പ്ലേസ്മെൻറ്റ് അത്രയാണ് നോക്കിയത്. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയ സമയത്ത് സ്മെക്ക് ലാബ്സ് കിട്ടി. പിന്നെ സീനിയേഴ്സ് ഒരുപാട് പേര് പഠിക്കണമെന്നെങ്കിൽ കിട്ടു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ചേർക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും സ്മെക്ക് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ നല്ല പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ചെറുതായിട്ട് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കുറഞ്ഞ് വരുന്നത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്മെക്ക് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തേക്കും. അപ്പോൾ ശരി, എന്നാൽ ഓഫീസിൽ വെച്ചാണ്. ഓക്കെ.